നന്നായി ഡാൻസ് ചെയ്യാൻ വർഷങ്ങളോളം ഡാൻസ് പഠിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായി സമയവും പണവും മുടക്കുകയോ ഒന്നും വേണ്ട. സന്തോഷമായില്ലേ? തീരെ ഡാൻസ് ചെയ്യാത്ത ആളെ പോലും മിനിറ്റുകൾ കൊണ്ട് ഡാൻസുകാരാക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. കാണാം. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നുമില്ല അഭിയെന്ന്. കാരണം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെയൊക്കെ ഡാൻസ് കളിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്ത് ഇങ്ങനെ എല്ലാവരെയും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിചയമില്ലാത്തവരെ അവരെ കൊണ്ട് രണ്ട് ചുവട് വെപ്പിക്കാമെന്നൊക്കെ ഒരാശയം മനസ്സിലേക്ക് വന്നത് എപ്പോഴാണ്? ഇത് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊരു പയ്യ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ആ പുള്ളി ആ സൈഡ് ഫുള്ള് ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെട്ട് ഡാൻസ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് ചെയ്തുകൂടാ? അതുപോലെ നല്ല കഴിവുള്ള പിള്ളേരെല്ലാം ഉണ്ട്. ചിലപ്പം ഡാൻസ് കളിക്കണമെന്നുള്ള ആൾക്കാർ കാണും, പക്ഷേ അവർക്കൊന്നും എന്താ പറയുക, വീഡിയോ എടുത്ത് കൊടുക്കാനും ചിലപ്പം കൂടെ ആരും ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അങ്ങനെ ഞാൻ ചേച്ചിയെ കൊണ്ടാണ് ആദ്യമായിട്ട് ചെയ്യിപ്പിച്ച. ചേച്ചി നമുക്കിങ്ങനെ പറഞ്ഞാൽ ആദ്യം ട്രയൽ ചെയ്ത് നോക്കാം, എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യം തന്നെ ഫസ്റ്റത്തേൽ തന്നെ സെറ്റായി. അത്യാവശ്യം അതങ്ങ് കയറിപ്പോയി. പിന്നെ തുടർന്ന് അങ്ങ് എടുക്കാനായിട്ട് ഞാൻ ഡാൻസറൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ വെച്ച് നാടൻ പാട്ട് ഈ കോളേജിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ അങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ച് വരും. പക്ഷേ ഡാൻസ് നമുക്ക് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളെ ഉള്ളിൽ നമുക്കൊരു പാഷനില്ല നമുക്ക് കളിക്കാനായിട്ടുള്ള. അപ്പം ആർക്കായാലും ഇപ്പം കുട്ടിക്കായാലും ഡാൻസ് കളിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതൊക്കെ ഒരു വല്ലാത്ത അതിമോഹമായി പോയില്ലേ? കാരണം ജീവിതത്തിൽ ഒരു ചൂട് പോലും വെച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ കാറ്റഗറി പെടുന്ന ഒരാളാണ്. പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. എനിക്കിപ്പോൾ ഡാൻസ് അറിഞ്ഞു, പക്ഷേ ഇപ്പോൾ ഒരു പാട്ടിട്ട് നമ്മളൊന്ന് ഡാൻസ് കളിക്കും. എന്നിൽ നിന്നും പറന്നൊരു പൈകിളി മലർത്തിങ്കിളി. അഭിക്ക് അറിയാത്തവരാണ്, നമ്മൾ പെട്ടെന്ന് ചെന്ന് ചോദിക്കുകയാണ്, അവരെ ഇത്ര വേഗത്തിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും? കാണോ? എൻ്റെ പേര് അഭി. ഞാനിങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ പോയി മീറ്റ് ചെയ്ത് ഡാൻസ് ചെയ്യും. ഇൻട്രസ്റ്റ് ആണ് ഇവരെ ഡാൻസ് പഠിപ്പിച്ചെടുത്തോളം. മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലോതിയില്ലേ. ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്നും സമ്മതിക്കണമെന്നില്ലല്ലോ. എത്ര പേര് പറഞ്ഞു എനിക്ക് പറ്റില്ല. ഇൻട്രസ്റ്റോടെ നമ്മൾ ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ വേണ്ട, താല്പര്യമില്ല. ചിലപ്പോൾ വിഷമം അതങ്ങ് വിടും. അങ്ങനെ അടുത്തയിലോട്ട് നമ്മൾ എടുക്കാനായിട്ട് ചെല്ലും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡാൻസ് കളിക്കാൻ മനസ്സിൽ നിറയെ ആഗ്രഹം, കുറച്ച് എഫേർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലൻ ഡാൻസേഴ്സ് ആവാനും. ക്യാമറമാൻ പ്രേം ശശിക്കും ഡാൻസർ അഭിക്കുമൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്. ഇന്ദു പെട്ടെന്നൊരു ഡാൻസ് ഏരിയ ആയി പോയല്ലോ. സ്റ്റെപ്പൊക്കെ പഠിച്ചെടുത്തോ? കുറച്ചൊക്കെ പഠിച്ചെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മളിപ്പോൾ കണ്ടത് അഭികുമാർ എന്ന അഭിയാണ്. ഏത് ഡാൻസ് അറിയാത്ത കുട്ടിയെ പോലും എളുപ്പം നിഷ്പ്രയാസം ഡാൻസ് പഠിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഒരു മിടുക്കൻ തന്നെയാണ് അഭി. കാരണം വേറൊന്നുമല്ല, അഭി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഡാൻസ് കളിക്കണമെന്ന ഒരു ചെറിയ ആഗ്രഹം, അതുപോലെ ഈ പറയുന്നത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും കിടിലൻ ഡാൻസസ് ആകാം. എന്ന് വെച്ച് ഈ പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ച് പാട്ടിനൊത്ത് നമുക്കും ചുവട് വെക്കാൻ പറ്റുമെന്നാണ് അഭി നമ്മൾ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അഭിയുടെ വീഡിയോസിനൊക്കെ മില്യൺസാണ് വ്യൂസ് കിട്ടുന്നത്. വല്ലാത്തൊരു പ്രേക്ഷക ശ്രദ്ധയും സ്വീകാര്യതയും ഒക്കെ അഭി നേടുന്നുണ്ട്. ഡാൻസ് ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല എന്ന് അഭി പറയുന്നുണ്ടെങ്കിൽ അഭി ഗംഭീരമായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ദുലേഖയും പഠിപ്പിച്ചു. ശരി ഇന്ദുലേഖ, ഈ സംവിധാനം ഉണ്ടല്ലോ, പെട്ടെന്ന് ഡാൻസ് അഭ്യസിക്കാം എന്ന് പറയുന്ന ഈ സംവിധാനം അത് പൊളിച്ചു. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ആലോചിച്ചില്ലേ, ഈ മനുഷ്യനെ ഒന്ന് അടുത്ത് കിട്ടിയിരുന്നു എങ്കിൽ നമുക്കും പഠിക്കാമായിരുന്നു എന്ന്? സാധിക്കുന്നേ. നൃത്തം അഭ്യസിച്ചിട്ടില്ലാത്തവരെ കൊണ്ട് ചുവട് വെപ്പിക്കുന്നതിന് കൊറിയോഗ്രാഫർക്ക് പ്രത്യേക വൈദഗ്ധ്യം തന്നെ വേണം കേട്ടോ.